ശ്രീ KVS ഹരിദാസ്, ഇവിടെ ഇപ്പോൾ കേരളം മാത്രമല്ല കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ രംഗത്ത് വരുന്നത്. അത് സുപ്രീം കോടതിയിലേക്ക് വരെ ഒരു വ്യവഹാര സ്വഭാവത്തിൽ കേരളം എത്തിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഫെഡറൽ സംവിധാനം നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് ഗവർണറെ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കളികൾ. അതും വ്യവഹാരത്തിലേക്ക് പോയിരിക്കുകയാണ്. കോടതി എന്തായാലും ആ കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അത് കേന്ദ്രത്തിന് നൽകുന്ന സന്ദേശം എന്തെന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം. ഇവിടെ ഇപ്പോൾ കർണാടകം അവിടെ വന്ന് ധർണയിരുന്നു. നാളെ കേരളം ഇരിക്കുന്നു. ഇതേപോലെ തന്നെ ഒരു ധർണ മമത സംഘടിപ്പിച്ചു. അപ്പോൾ ഈ പറയുന്ന തെക്കേ ഇന്ത്യ, കിഴക്കേ ഇന്ത്യ, ഇവരെല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ തോളോട് തോൾ ചേർന്നില്ല എങ്കിലും ഇതൊരു പൊതു വിഷയമെന്ന നിലയിൽ അതത് സംസ്ഥാനങ്ങളുടെ താല്പര്യാർത്ഥം ഉന്നയിക്കുന്നുണ്ട്. ജനങ്ങളുടെ താല്പര്യം തന്നെയാണ് ഉന്നയിക്കപ്പെടുന്നത്. അവിടെ ഈ 17 സംസ്ഥാനങ്ങളിലെ ലാളനയും മറ്റ് സംസ്ഥാനങ്ങളിലെ പീഡനവും എന്ന് പറയുന്നത് പിണറായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണമല്ല, നമ്മുടെ മുന്നിൽ കാണുന്ന യാഥാർത്ഥ്യമാണ്. അവിടെ മോദി പറയുകയാണ് ടീമായി പ്രവർത്തിച്ചുവെന്ന്. ഇങ്ങനെയാണോ ടീം? അല്ല വേണു, ഇതൊരു രാഷ്ട്രീയ സമരമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സമരങ്ങൾ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വേണു ഉദ്ധരിച്ചതൊന്ന് കർണാടകത്തിലെ കാര്യമാണല്ലോ. ഞാൻ കർണാടകത്തിലെ ഒരു കണക്ക് വേണുവിൻ്റെ മുമ്പിൽ വയ്ക്കാം. മുഴുവൻ കണക്കുകളും എൻ്റെ കയ്യിലില്ല. UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സെൻട്രൽ ഗ്രാൻഡായിട്ട് കർണാടകത്തിന് കൊടുത്തത് 60,780 കോടി രൂപയാണ്. 60,780. മോഡി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊടുത്തത് 2,08,832 കോടി രൂപയാണ്. ഏതാണ്ട് 3 ഇരട്ടി. ടാക്സ് ഡെവല്യൂഷൻ 81,796 മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് കൊടുത്തത്. 2,85,452 കോടി രൂപയാണ് മോഡി ഗവൺമെൻറ് കർണാടകത്തിന് കൊടുത്തത് ഈ കാലഘട്ടത്തിൽ. ഫൈനാൻഷ്യൽ സപ്പോർട്ട് 1,42,574 കോടി രൂപയാണ്. KVS മാഷെ, ഒരു ഭരണകാലത്ത് കൊടുത്തത് മറ്റൊരു ഭരണകാലത്ത് കൂടുക തന്നെയാണ് ചെയ്യുക. അത് അതിന്റെ സ്വാഭാവികതയാണ്. ഇപ്പോൾ വാജ്പേയി സർക്കാരിന്റെയും മൻമോഹൻ സർക്കാരിന്റെയും കാലമാണ് താരതമ്യം ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ തന്നെയാണ് അധികരിക്കും തുക. അല്ല വേണു ഞാൻ പറയട്ടെ, 247% മുൻ സർക്കാരിന്റെ കാലത്തേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ. അല്ലല്ല, 2014 വരെ 10% സെസ്സും സർചാർജും 2014 ശേഷം ഇപ്പൊ നോക്കുമ്പോൾ 28%. അതിന്റെ ഹേമം തട്ടുന്നത് ആർക്ക്? ഞാൻ ഒന്ന് വരട്ടെ വേണു, വേലയ്ക്ക് വരാം. 2 കാര്യങ്ങൾ. ഒന്ന്, 240%-ലധികം ഒരു ഗവൺമെന്റിന്റെ കാലത്തിന് ശേഷം അടുത്ത ഗവൺമെന്റിന്റെ കാലത്ത് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഏത് തരത്തിലാണ് സാമാന്യ ബുദ്ധിയുള്ളവർ കാണുക? കർണാടകത്തിനൊരു പ്രശ്നമുണ്ട്, പല സംസ്ഥാനങ്ങൾക്കും ഉണ്ട് പ്രശ്നം. വരവ് നോക്കാതെ, ഖജനാവിന്റെ ശേഷി നോക്കാതെ പദ്ധതികൾ പ്രഖ്യാപിച്ച് ജനങ്ങളെ ആവിഷ്കരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നൽകിയ പല വാഗ്ദാനങ്ങളും ഉണ്ട്. ഇന്നിപ്പോ പിടിച്ചു നിൽക്കാൻ വയ്യാത്ത സ്ഥിതി വരുന്നു. കേരളത്തിന്റെ സ്ഥിതിയും സമാനമാണ്. 2016 തവള പദ്ധതി ഞാൻ ഓർമ്മിപ്പിച്ചത് അത് ട്രഷറിയിലെ പണം സർക്കാർ എടുക്കുന്നത് പോലും മുൻകാല പ്രാബല്യത്തോടെ സർക്കാരിന്റെ കടമാക്കി മാറ്റിക്കൊണ്ട് കമ്പോള കടപരിധി കുറയ്ക്കുക എന്ന ശിക്ഷാ സ്വഭാവത്തിലുള്ള നടപടി കേരളത്തോടല്ലാതെ ഈ മോദി ഗവൺമെന്റ് വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോട് കാണിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പറയൂ. അത് നാളത്തെ സമരം വേണ്ടെന്ന് വെക്കാമെന്ന് നമുക്ക് പ്രകാശ് മാഷോട് ആവശ്യപ്പെടാം. അങ്ങനെയാണെങ്കിൽ അല്ല വേണു ഈ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് വേറെ ഏതോ ഒരു സ്റ്റേറ്റ് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. ഇത് നരേന്ദ്രമോദി ഡൽഹിയിൽ ഇരുന്ന് കണക്കാക്കുന്നതല്ല. ഇത് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശപ്രകാരം എടുക്കുന്നതാണ്. CAG റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ എടുക്കുന്ന തീരുമാനമാണ്. ഇവിടെ റിസർവ് ബാങ്കിന്റെ എല്ലാ തീരുമാനങ്ങളും മോഡി എടുക്കുന്ന തീരുമാനമാണോ? നിങ്ങൾ അങ്ങനെ അതിനെ ചെറുതായിട്ട് കാണരുത്. അല്ല, അങ്ങനെയെങ്കിൽ ഈ CAG പോലെ തന്നെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞൊരു കാര്യമാണ് ധനകാര്യ കമ്മീഷൻ രാഷ്ട്രപതി അംഗീകരിച്ച് പാർലമെന്റ് അംഗീകരിച്ച അതൊരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നിങ്ങൾ തിരുത്തുകയാണ്.